ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കാർ എയർ പ്യൂരിഫയർ ആണ്. ഞാൻ ആക്ച്വലി കാറിൻ്റെ നമ്മുടെ ഡാഷ് ക്യാമറയും മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബണ്ടിൽ ഓഫറായിട്ട് ആമസോണിൽ നമ്മൾ വാങ്ങിച്ചതാണ്. ക്യൂബോൻ്റെ തന്നെയാണ് ഞാൻ ആക്ച്വലി ഡാഷ് ക്യാമറ മാറ്റിയത്. അപ്പോൾ ഇത് ക്യൂബോൻ്റെ തന്നെ ഒരു കാർ എയർ പ്യൂരിഫയർ പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഇത് നമുക്ക് ഫുള്ളി എന്താ പറയുക, അലുമിനിയം ബോഡിയും അതുപോലെ തന്നെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ലോ നോയ്സ് എയർ പ്യൂരിഫിക്കേഷനും ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് റിമൈൻഡറും അതുപോലെ തന്നെ അലുമിനിയം അലോയ് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് എയർ ക്വാളിറ്റി കൺട്രോൾ സംഭവമുണ്ട്. അതുപോലെ 3 ലെയർ ഫിൽട്രേഷനാണ് വരുന്നത്. ഹെപ്പ ഫിൽറ്റർ 13 വരുന്നത് ഇതിൽ. പിന്നെ പ്രീ ഫിൽറ്റർ വരുന്നുണ്ട്, കാർബൺ ഫിൽറ്ററും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 2.5 PM 2.5 റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ നല്ല എന്താ പറയുക, എയർ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി. ഇപ്പോൾ ഡൽഹിയിലെ കാര്യമൊക്കെ നമ്മൾ ന്യൂസിലും കാണുന്നത് കാണുന്നല്ലോ. നമ്മുടെ ഇവിടെ തന്നെ നല്ലോണം എയർ ക്വാളിറ്റി ഒക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തന്നെ നമുക്ക് എയർ പ്യൂരിഫയർ വെച്ചിട്ട് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നതും കാര്യമൊക്കെ എന്താ വെച്ചാൽ അതിൽ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു എയർ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ ഇതിൽ നെഗറ്റീവ് അയൺ ടെക്നോളജിയും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അൺപ്ലസൻ്റ് ഓർഡർ റിമൂവറും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ പാക്കേജിങ് കാരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പടം ഉണ്ട്. അതിൻ്റെ പടം കാരണം കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ ബോട്ടിൽ ഇതിൽ വെക്കാം, ബോട്ടിൽ ഹോൾഡറിൽ വെക്കാം. ഹീറോ ഗ്രൂപ്പുകാരാണ് ക്യൂബോ എന്ന് പറയുന്നത്. 1 ഇയർ വാറണ്ടി വരെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈനയാണ്. മറ്റിവരുടെ ഡാഷ് ക്യാമറ ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് കേട്ടോ. MRP വരുന്നത് 7000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്കെന്താ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റ് ബൈ ഹീറോ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് നമുക്ക് കളറുണ്ട്, 3 കളേഴ്സ് കാണിക്കും എയർ ക്വാളിറ്റി അനുസരിച്ചിട്ട്. റെഡ് ഹൈറ്റ് സ്പീഡ് വെൻ എയർ ക്വാളിറ്റി ഈസ് പുവർ. പിന്നെ ആക്റ്റീവ് ഒരു മഞ്ഞ കളർ പോലെ, അത് മീഡിയം ഫാൻ സ്പീഡ് ഫോർ മോഡറേറ്റ് എയർ പൊല്യൂഷൻ. പിന്നെ സൈലന്റ് ലോ, അതായത് ഒരു ബ്ലൂ കളർ, അത് ഏറ്റവും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോ എയർ പൊല്യൂഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതുമ്പോൾ നമുക്ക് സീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കത് കഴിഞ്ഞിട്ട് നമുക്കിത് വെച്ചിട്ട് നമുക്ക് കാറിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കാറിൽ ആക്ച്വലി ഇപ്പോൾ എയർ പ്യൂരിഫയറും സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഡാഷ് ക്യാമറ സെറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡാഷ് ക്യാമറ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഡാഷ് ക്യാമറ ഇപ്പോൾ നിർബന്ധമാക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാക്സിക്കാർക്കും അതുപോലെ തന്നെ ബസ്സുകാർക്കൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു സർക്കുലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്യാമറ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി 6 കൊല്ലം മുമ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡാഷ് ക്യാമറ. 70 ഉപയോഗിക്കാറ്. ഇപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ ക്യൂബോയിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യൂബോൻ്റെ ഡാഷ് ക്യാമറയുടെ വീഡിയോ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാമറയുടെ ബോക്സ്. അപ്പോൾ ഇത് കാണാത്തോട് പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഔട്ട് നമുക്ക് ഇതിനുള്ളിൽ വരുന്നത്. നമുക്കിതിനിപ്പോൾ ക്യൂബോൻ്റെ ഒരു വാറണ്ടി കാർഡും അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ കുറേ ആക്സസറീസിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു Type A to അവരുടെ പ്രൊപ്പറേറ്ററി കേബിളിൻ്റെ ഒരു എന്താ പറയുക കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ എയർ പ്യൂരിഫയർ ചെറുതാണ് കേട്ടോ. നമ്മൾ പടത്തിൽ കാണുന്ന പോലെ അത്ര വലുതല്ല. അതാണ് സംഭവം. നമ്മളിതിന് മുമ്പേ കുറേ എയർ പ്യൂരിഫയറിൻ്റെ കാർ എയർ പ്യൂരിഫയറിൻ്റെ കാര്യം നമ്മൾ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഷാർപ്പിൻ്റെയും അങ്ങനെ കുറേ എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം വരുന്നത്. ഇത് കൊള്ളാട്ടോ, നല്ല ബിൽ ക്വാളിറ്റി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിന് പവർ ഇവിടെ വരുന്നുണ്ട്, പവർ ഹോൾഡർ ഇവിടെയാണ്. സ്പീക്കറും അതുപോലെ തന്നെ എയർ ഇൻലെറ്റ് ഇവിടെ സംഭവം. എയർ ഇൻലെറ്റിൻ്റെ ഹോൾസ് കുറച്ച് ചെറുതാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് അതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഫിൽറ്റർ കാണാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത് കേട്ടോ. ഈ ഒരു ഫിൽറ്റർ തന്നെയാണല്ലോ. പിന്നെ നെഗറ്റീവ് ആയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം ജസ്റ്റ് നമ്മുടെ കാറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെ എൻ്റെ മുകളിൽ നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. വെച്ചിട്ട് നമുക്ക് ബാക്കി നമ്മുടെ കാറിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാറിലേക്ക് പോകാം. എന്തായാലും കാറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ജസ്റ്റ് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇത് എന്താ പറയുക, നമ്മുടെ സിഗരറ്റ് ലൈറ്ററിൽ കുത്തിയിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ കപ്പ് ഹോൾഡറിൽ. അപ്പോൾ ഇത് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ക്യൂബോൻ്റെ തന്നെ അതിൻ്റെ എന്താ പറയുക ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പുറപ്പാടില്ല. ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ 70 ഡാഷ് ക്യാമറ സാധനം ഊരാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ഞാൻ ഊരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഊരിയിട്ട് വേണം നമുക്കത് ഫിക്സ് ചെയ്യാൻ തരും. വേണം നമുക്ക് എന്നിട്ട് വേണം ഇത് വയ്ക്കാൻ തിരിച്ചാണ്. പക്ഷേ ആദ്യം ഇത് വയ്ക്കാൻ തരും. ഇത് വലിയ പാടില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അതും പോരാണ്ട് ഇവൻ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ കാറിൽ വിളിക്കുക കാറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ തുറന്നപ്പോൾ അവൻ അലമ്പുണ്ടാക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടോട്ടെ. ജസ്റ്റ് നമ്മൾ സിഗരറ്റ് ലൈറ്ററിൽ കുത്തുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യട്ടെ ഒന്ന്. അപ്പോൾ ഞാനത് കുത്തിയിട്ടുണ്ട്, ഇതാ കണ്ടോ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗിയർ ബാക്കിലേക്ക് ആക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണും. അപ്പോൾ ഇതാ ഉണ്ടോ, സമയം കറക്റ്റായിട്ട് ഇരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3 ഒരു ടൈപ്പ് താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫിറ്റായിട്ട് ഇരുന്നോളും, ഇളകില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു 3 ടൈപ്പ് വെക്കാമെന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും കാറിൻ്റെ ഇത് ഓൺ ചെയ്യാം. ഉണ്ടോ, ഓൺ ചെയ്തപ്പോൾ നമുക്ക് നമ്മൾ ഡയറക്റ്റ് ലൈറ്റ് വന്നു. അപ്പോൾ ഇത് മോഡുകളാണ് കേട്ടോ. അത് ഹൈ എൻഡ് മോഡാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ എത്ര ഉണ്ട് നോക്കി നോക്കാം. അത് അങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടോ നോക്കി നോക്കാം. അത് ഹൈ എൻഡ് സ്പീഡിൽ എന്നിട്ട് പോലെ നമുക്ക് ഫാൻ സ്പീഡൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ സൗണ്ട് എക്സ്ട്രാ വേറെ ഒന്നുമില്ല, തീരെ സൗണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഇതാണ് ഇതിൻ്റെ ഹൈ മോഡ്. ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കൂടെ കേൾക്കുന്നുണ്ടായിരിക്കും. അതല്ലാണ്ട് സെപ്പറേറ്റ് വേറെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഇതാണ് സംഭവം. ഇതിൽ കൂടെ നമുക്ക് എയർ ഇൻടേക്ക് താഴെ കൂടെയും ഇതിൽ കൂടെ ഔട്ടും വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ ഫാൻ സ്പീഡും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല.
എന്തായാലും കുറച്ച് ദിവസം നമുക്ക് യൂസ് ചെയ്ത് നോക്കേണ്ടി വരും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് ഏറ്റവും ലോ മോഡ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് കേട്ടോ. കണ്ടോ, തേർഡ് ആയിരിക്കും നല്ലതിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഓൾറെഡി. അപ്പോൾ എൻ്റെ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കിവിടെ USB കേബിളും Type-C കേബിളൊക്കെ ഉണ്ട്. അത് ബ്ലോക്ക് ചെയ്യും, അതിന് കുഴപ്പമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ പോലെ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സ്മെല്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിടിക്കുന്നുണ്ട്. ഞാൻ റൂമിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചന്ദനത്തിൽ എത്തിച്ചിട്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ കാറിലത്തെ ഒരു നോർമൽ കാറിൻ്റെ ഒരു ഇതില്ലേ, നമ്മളെന്താ പറയുക, സൈസ് ഉണ്ടല്ലോ, ആ സൈസിൻ്റെ ഉള്ളിൽ മാത്രമേ സാധനം കറക്റ്റായിട്ട് വർക്കുള്ളൂ. റൂമിലൊന്നും കൊണ്ടുവച്ച സാധനം പറ്റില്ല. എന്ന് വെച്ചാൽ ഭയങ്കര റൂമൊക്കെ സൈസ് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ ഇത് ആ കാറിൻ്റെ ഒരു സൈസിന് മാത്രമേ സാധനം പറ്റുള്ളൂ. അപ്പോൾ വലിയ കാറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ SUV ഒന്നും എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. സെഡാനോ ഹാച്ച് ബാക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു യൂസേജ് റിവ്യൂ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി സംഭവങ്ങളും അതുപോലെ തന്നെ ഫിൽറ്റർ 13 എന്നൊക്കെ പറയുന്നത് വലിയ കുഴപ്പമില്ല സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു എയർ പ്യൂരിഫയർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന സംഭവം തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫറിലായിട്ട് 2990 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ റിട്ടേൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. നമ്മുടെ 2 വീഡിയോയും കാണാത്തവരെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.